നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് നമുക്കൊന്നു ചേർന്ന് പറയാം. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് യേശു നൽകുന്ന സമാധാനത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സമാധാനം അത് ശാശ്വതമായ സമാധാനമാണ്. അതാർക്കും ഒരിക്കലും ഒരുവന്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളയുവാനായിട്ട് സാധിക്കുകയില്ല. ഷാലോം ടൈംസിൽ ഈ മാസം ജൂൺ 25 ഇറങ്ങിയ ആ മാസികയിൽ റുഡോൾഫ് ഹോസ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആ മകന് എങ്ങനെയാണ് സമാധാനത്തോടുകൂടി മരിക്കുവാനായിട്ട് സാധിച്ചത് എന്നതിനെക്കുറിച്ചാണ് ഷാലോം ടൈംസിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റുഡോൾഫ് ഹോസ് എന്നാണ് അയാളുടെ പേര്. കത്തോലിക്കനായി ജനിച്ചു വളർന്നു. അപ്പന്റെ ആഗ്രഹം മകൻ ഒരു വൈദികനായി തീരണമെന്നതായിരുന്നു. എന്നാൽ അപ്പന്റെ മരണശേഷം റുഡോൾഫ് എന്ന് വിളിക്കപ്പെടുന്ന റൂഡി പതിയെ പതിയെ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുകയായിരുന്നു. അതോടൊപ്പം അന്ന് ജർമ്മനിയിലെ ഒരു നേതാവിന്റെ ഒരു പ്രസംഗം കൂടി കേട്ടതോടെ അദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറിപ്പോയി. അദ്ദേഹം തികച്ചും ഫ്ലാറ്റായിപ്പോയി. അവൻ വിശ്വാസം ഉപേക്ഷിച്ച് നാസി പാർട്ടിയിൽ ചേർന്നു. ആ നേതാവ്, അവൻ കേട്ട ആ പ്രസംഗം പറഞ്ഞ ആ നേതാവ് മറ്റാരുമായിരുന്നില്ല, അത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. റൂഡി എന്ന് പറയുന്ന ഈ വ്യക്തി എല്ലാ കാര്യത്തിലും മിടുക്കനായിരുന്നത് കൊണ്ട് ഓഷ്വിറ്റ്സിലെ ആദ്യത്തെ കമാൻഡറായി ഹിറ്റ്ലർ റൂഡിയെ ആണ് നിയമിച്ചത്. ഒരിക്കൽ ഓഷ്വിറ്റ്സിലെ ജയിലിൽ ഒരു സംഭവമുണ്ടായി. നാസികൾ കുറെ ജസ്യൂട്ട് അച്ഛന്മാരെ അവരുടെ സന്യാസ ഭവനത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് തടവിലാക്കി. ഈ വിവരമറിഞ്ഞ ആ ആശ്രമത്തിലെ സുപ്പീരിയർ ഫാദർ വ്ളാദിസ്ലാവ് ലോൺ യാതൊരു കൂസലും കൂടാതെ ഭയപ്പാടുകളൊന്നുമില്ലാതെ ആ തടവറയിലേക്ക് പ്രവേശിച്ച് തന്റെ സഹസന്യാസിമാരോടൊപ്പം ആ ജയിലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ വ്ളാദിസ്ലാവ് അച്ഛന്റെ ധൈര്യം കണ്ട് ഈ റൂഡി അമ്പരന്നുപോയി. എങ്കിലും തന്റെ അഹങ്കാരം സമ്മതിക്കാത്തത് കൊണ്ട് അച്ഛനെ ആ തടവറയിൽ നിർത്താതെ, ആ സുപ്പീരിയർ അച്ഛനെ തടവറയിൽ നിർത്താതെ അദ്ദേഹം പറഞ്ഞു വിട്ടു. ഈ അച്ഛന്റെ ധൈര്യം റൂഡിയെ അമ്പരപ്പിച്ചുവെങ്കിലും അയാളുടെ ക്രൂരതയ്ക്ക്, റൂഡിയുടെ ക്രൂരതയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. ഈ റൂഡിയാണ് സൈക്ലോൺ ബി എന്ന കെമിക്കൽ ഗ്യാസ് കണ്ടുപിടിച്ചത്. 2000 മുതൽ 5000 പേരെ വരെ
1 മണിക്കൂറിനുള്ളിൽ വധിക്കാൻ കഴിയുന്ന ശേഷിയുള്ളതായിരുന്നു റൂഡി കണ്ടുപിടിച്ച ഈ സൈക്ലോൺ ബി എന്ന വാതകം. നിരവധി ജൂതരാണ് ഇതുമൂലം മൃത്യു വരിച്ചത്. പിന്നീട് യുദ്ധം അവസാനിച്ചപ്പോൾ റൂഡിയെ പോളിഷ് അധികൃതർ ഓഷ്വിറ്റ്സിലെ തന്നെ തടവറയിൽ അടയ്ക്കുകയായിരുന്നു. അജ്ഞാതമായ തടങ്കൽ പാളയത്തിൽ വെച്ചാണ് ഈ റൂഡി ദൈവകരുണയെ രുചിച്ചറിയുന്നത്. റൂഡി ഇത്രമാത്രം ക്രൂരനായിരുന്നിട്ടും ഈ ജയിൽ അധികൃതർ വളരെ കരുണയോടുകൂടിയായിരുന്നു അവനോട് പെരുമാറിയിരുന്നത്. അപ്പോൾ റൂഡി തന്റെ പഴയകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. താൻ ബാലനായിരുന്നപ്പോൾ അപ്പന്റെ കൈപിടിച്ച് ദേവാലയത്തിൽ പോയ നാളുകളൊക്കെ റൂഡിയുടെ ഓർമ്മയിലേക്ക് ഒരു സ്ക്രീനിൽ എന്ന പോലെ തെളിഞ്ഞു വരികയായിരുന്നു. അങ്ങനെ 1947 ഏപ്രിൽ 16 റൂഡിയെ മരണം വരെ തൂക്കിലേറ്റുവാനായിട്ട് കോടതി വിധി വരികയാണ്. ആ വർഷം ഏപ്രിൽ 4 ആയിരുന്നു ദുഃഖവെള്ളി. മരണഭയം തന്നെ വേട്ടയാടിയപ്പോൾ മനസ്സിൽ അസ്വസ്ഥതയുടെയും ഭീതിയുടെയും കാർമേഘമുരുണ്ടുകൂടിയപ്പോൾ ആ ദുഃഖവെള്ളിയാഴ്ച റൂഡിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് അന്ന് തന്റെ തടവറയിൽ പേടികൂടാതെ കയറി വന്ന ഫാദർ വ്ളാദിസ്ലാവിനെയാണ്. മരിക്കുന്നതിന് മുമ്പ് ഏതു വിധേനയും ആ വന്യവൈദികനെ, ആ സംപൂജ്യനായ വൈദികനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് റൂഡി അതിയായിട്ട് ആഗ്രഹിച്ചു. തന്റെ ഈ അവസാനത്തെ ആഗ്രഹം ജയിൽ അധികൃതരെ അറിയിച്ചപ്പോൾ അവർ ഈ ജെസ്യൂട്ട് അച്ഛന് വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ ഏപ്രിൽ 10 ജയിലിലെത്തിയ ഫാദർ വ്ളാദിസ്ലാവിന്റെ പക്കൽ റൂഡി തന്റെ മനസ്സ് തുറന്ന് കുമ്പസാരിച്ചു. പിറ്റേന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് 4 ദിവസങ്ങൾക്ക് ശേഷം റുഡോൾഫ് ഹോസ് എന്ന ആ റൂഡി, ആ കൂട്ടക്കൊലയാളി, ഒരു നവജാത ശിശുവിന്റെ പുഞ്ചിരിയോടെ സമാധാനമായി തൂക്കുകയർ സ്വീകരിച്ച് മനസന്തോഷത്തോടെ പരലോകത്തിലേക്ക് യാത്രയായി എന്നാണ് ഷാലോം ടൈംസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാലേലുയാ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയാ ഹാലേലുയാ. ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ തിരുവചനം നമ്മളിപ്പോൾ വായിച്ചു കേട്ടു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവിന്റെ വാക്കുകളാണ്. അന്ത്യമായിട്ട് നൽകിയ, അവസാനമായിട്ട് നൽകിയ ദാനമാണ് ഈ സമാധാനമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസമൊട്ടുമില്ലാതെ മരണവും കാത്ത തടവറയിൽ മനസമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നവൻ അവസാനം ആഗ്രഹിച്ചത് ലോകത്തിന്റെ സമാധാനമായിരുന്നില്ല. അവൻ ആഗ്രഹിച്ചത് ക്രിസ്തുവിന്റെ സമാധാനമായിരുന്നു, ഒരിക്കലും അവസാനിക്കാത്ത സമാധാനം. അയാൾ കാണാൻ ആഗ്രഹിച്ചത് പുരോഹിതനെയാണ്. തന്റെ മനസ്സിന്റെ ഭാരമൊന്നിറക്കി വെച്ച് സമാധാനിക്കാൻ, തന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കുമ്പസാരം നടത്താൻ ആ റൂഡി എന്ന വ്യക്തി ആഗ്രഹിച്ചു. അയാൾ പറഞ്ഞു, എനിക്കൊരു പുരോഹിതനെ കാണണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താൻ മരിക്കുമെന്ന് ചിന്തിച്ച് ആശ്വസിച്ചുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതിയെന്ന് ആ റൂഡിക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അയാൾ ആഗ്രഹിച്ചത് മരണഭയത്തിൽ നിന്നും പാപഭാരത്തിന്റെ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുന്ന നിത്യമായിട്ടുള്ള സമാധാനമാണ് അയാൾ ആഗ്രഹിച്ചത്. മരിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ദിവസത്തിലെങ്കിലും ഒരു സമാധാനം, യേശു നൽകുന്ന സമാധാനം ആസ്വദിക്കുവാനായിട്ടുള്ള അയാൾ ആഗ്രഹിച്ചു.
അതുകൊണ്ടാണ് അയാൾക്ക് സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും ഈ ലോകത്തോട് വിട പറയുവാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ ഈശോ നൽകുന്ന വാഗ്ദാനം ചെയ്യുന്ന സമാധാനം ഈ ലോകത്തിലെ മറ്റൊന്നിനും തരുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആകുലതകളിലും പ്രതിസന്ധികളിലും ക്രിസ്തു നൽകുന്ന സമാധാനമാണ് നമുക്ക് പരിഹാരമായി തീരുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അധരം തുറന്ന് വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം. ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന മനസമാധാനം ആഗ്രഹിച്ചു വിളിക്കാം. എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ, മനസ്സിന്റെ ഭാരമില്ലാതാകട്ടെ. ഈശോ നൽകുന്ന സമാധാനം എന്നിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിൽ ഈശോ എങ്ങനെയാണ് ഈ സമാധാനമെന്ന കൃപ ആസ്വദിച്ചത് എന്ന് സുവിശേഷം നമുക്ക് വ്യക്തമാക്കി പലയിടങ്ങളിലും കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ആദ്യം 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നഷ്ടപ്പെട്ട ബാലനായ ആ യേശുവിന്റെ സമാധാനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുക എന്നത് വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും പതിവായിരുന്നു. അങ്ങനെ ഈശോയുടെ 12ാമത്തെ വയസ്സിൽ അവർ പതിവ് പോലെ 3 പേരും കൂടെ ദേവാലയത്തിലേക്ക് പോയി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവരുടെ മടക്കയാത്രയിൽ ഈശോ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട ശേഷമാണ് ബാലനായ യേശു യാത്രാ സംഘത്തോടൊപ്പം ഇല്ല എന്ന് യൗസേപ്പ് പിതാവും മാതാവും തിരിച്ചറിയുന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അന്ന് ടെലഫോണൊന്നുമില്ലാത്ത കാലമാണ്, മൊബൈൽ ഫോണൊന്നുമില്ല വിളിച്ചു ചോദിക്കുവാനായിട്ട്. അപ്പോൾ ഒറ്റ ഒരു പരിഹാരം മാത്രമേയുള്ളൂ, അന്വേഷിച്ച് തിരിച്ചു പോകുക. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള 2 ദിവസങ്ങൾ അതീവ വേദനയോടും ഉത്കണ്ഠയോടും കൂടെയുള്ള അന്വേഷണത്തിന്റെ ദിവസങ്ങളായിരുന്നു. ഈശോയെ നഷ്ടപ്പെട്ടിട്ട് 3ാം ദിവസം അവിടുത്തെ അവർ ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ ആ സമയത്ത് ഈശോ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് നമ്മുടെ ചിന്താവിഷയം. പ്രിയപ്പെട്ടവരെ, മകനെ നഷ്ടപ്പെട്ട മറിയവും യൗസേപ്പ് പിതാവും ഉത്കണ്ഠാകുലരായിരുന്നു. പക്ഷേ മാതാപിതാക്കളെ കാണാതിരുന്ന ഈശോ ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല. അവരെ കാണാഞ്ഞതിൽ അവൻ അവിടെ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നില്ല, ആരോടും പരാതി പറഞ്ഞ് നടക്കുകയായിരുന്നില്ല. മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടതിന്റെ 3ാം ദിവസവും ഈശോ ശാന്തനായിരുന്നു. അവൻ അവിടെ വചനം പഠിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയായി. എന്നിട്ട് തന്റെ മാതാപിതാക്കളോട്, കണ്ടുമുട്ടിയ മാതാപിതാക്കളോട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ബാലനായ ഈശോയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശാന്തതയാണ്, സമാധാനത്തെയാണ്. മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു വിധത്തിലുള്ള പ്രയാസമോ അസ്വസ്ഥതയോ ബാലനായ യേശുവിലുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു പാഠമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും? അല്ലേ? മകളിപ്പോ എവിടെയാ? ബാംഗ്ലൂര്. സങ്കടമുണ്ടോ മാറി നിൽക്കുന്നത് കൊണ്ട്? പ്രിയപ്പെട്ടവരെ, നമുക്ക് സങ്കടമുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് മാറി നിന്നാൽ മതി. മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോൾ
അസ്വസ്ഥരാകുന്ന മാതാപിതാക്കന്മാരുണ്ട്. അവരെന്നെ ഉപേക്ഷിച്ചു എന്ന് പ്രായമായിട്ടുള്ള മാതാപിതാക്കന്മാർ പരാതി പറയാറുണ്ട്. എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല എന്ന് പറയാറുണ്ട്. എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം നെഗറ്റീവായി ചിന്തിച്ച് അസ്വസ്ഥരായി പരാതി പറഞ്ഞു നടക്കുന്നവരൊക്കെയുണ്ട്. വിവാഹം കഴിഞ്ഞുടനെ ഭർത്താവ് വിദേശത്തേക്ക് പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വേദനിച്ച് മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്ന ഭാര്യമാരുണ്ട്. അങ്ങനെ മാനസിക രോഗാശുപത്രിയിൽ ചികിത്സ തേടിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ മനസ്സ് തളർന്നു പോയവരുണ്ട്. ആത്മഹത്യ ചെയ്തവരുടെയും വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞുടനെ ഭർത്താവ് ജോലിക്ക് പോയി, ആ ദുഃഖഭാരം താങ്ങാൻ പറ്റാതെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് നോക്കുക. ഈശോയുടെ മനസ്സൊരു പാഠപുസ്തകമാണ്. നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള നിരവധി പാഠങ്ങൾ നമുക്കതിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിച്ചു വിജയിക്കുവാനായിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ ഒരു വേദനാജനകമായ പ്രതികൂല സാഹചര്യത്തെ ബാലനായ യേശു എങ്ങനെ ശാന്തതയോടെ നേരിട്ടു എന്നതിൻ്റെ നേർചിത്രമാണ് ഈ സംഭവം. ഈശോ ഒരിക്കലും തളർന്നു പോകുന്നില്ല. മാതാപിതാക്കൾ കൂടെയില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഈശോയുടെ ശ്രദ്ധ മുഴുവൻ വചനം വായിക്കുന്നതിലും പഠിക്കുന്നതിലും പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിലുമായിരുന്നു. കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ നമ്മുടെ നാട്ടിൽ നിന്നും നേഴ്സിംഗ് പഠിക്കുവാനായിട്ട് പോയ കുറച്ച് കുട്ടികളുടെ കഥയുണ്ട്. ആദ്യമായിട്ടാണ് മാതാപിതാക്കന്മാരെ പിരിഞ്ഞ് നിൽക്കുന്നത്. +2 പഠനമൊക്കെ കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോയതാണ്. അപ്പോൾ അവര് കൂട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് ഹോജോ ബോർഡ് കളിക്കാം. എൻ്റെ ചേച്ചിയുടെ മകളുമുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടി ഹോജോ ബോർഡ് കളിച്ചു. പേടിച്ചു വിറച്ച് രാത്രിയായപ്പോൾ ആരോ മുടിയൊക്കെ അഴിച്ചിട്ട് പുറത്ത് ചുറ്റി നടക്കുന്നു. എല്ലാവരും കൂടി പേടിച്ചോടി വാർഡനെ മുറിച്ചെന്ന് വാർഡന്റെ കയ്യും കാലും ഉരുണ്ട് വീട് വാർഡന്റെ കാലൊക്കെ ഒടിഞ്ഞു. വാർഡൻ അതോടുകൂടി അവിടുത്തെ ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിലോട്ട് പോകുന്നു. കുട്ടികൾക്ക് അവിടെ താമസിക്കുവാനായിട്ട് ഭയമായി. പലരുമൊക്കെ അവിടുന്ന് പിരിഞ്ഞു പോയി. ഇതിനിടയ്ക്ക് ഒരു കുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അതോടുകൂടി ഹോസ്റ്റലിൽ നിന്ന് ഒട്ടുമിക്കവരും തന്നെ പോകുന്നു. ഹോസ്റ്റൽ അടച്ചൊരു രീതിയിലാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് മാതാപിതാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ എങ്ങനെയാണ് കുട്ടികൾ പെരുമാറുന്നത്? നാളിത്രയും അവർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് സാന്നിധ്യമായിട്ട് സംരക്ഷണമായിട്ട് മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് വീണ് കിട്ടിയ അവസരങ്ങൾ മാതാപിതാക്കന്മാരിൽ നിന്നും അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിൻ്റെ ഒരു നേർചിത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ ഏകാഗ്രതയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനമെന്ന് പറയുന്നത്. ഈ ഏകാഗ്രതയെക്കുറിച്ചാണ് അമ്മ ത്രേസ്യ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അമ്മ ത്രേസ്യ പറയുകയാണ്, ദൈവം മാത്രം മതി. നമ്മൾ പലപ്പോഴും ഇവിടെ കേട്ടിട്ടുണ്ട്. റാപ്സനച്ചന് എപ്പോഴും പറയാറുള്ളതാണ്. എന്താണ്? ദൈവം മാത്രം മതി. അമ്മ ത്രേസ്യയുടെ ഈ കവിത വളരെ വിഖ്യാതമാണ്. അതാരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നും നിന്നെ ശല്യപ്പെടുത്താതിരിക്കട്ടെ, ഒന്നും നിന്നെ അലോസരപ്പെടുത്താതിരിക്കട്ടെ. ഈ കാണുന്നതെല്ലാം കടന്നുപോകും, നിനക്കു ചുറ്റുമുള്ളതെല്ലാം കടന്നുപോകും. ദൈവം മാത്രം മതി. ഒരിക്കലും കടന്നു പോകാത്ത ദൈവം മാത്രം മതി. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ദൈവം വേണ്ട. ബാക്കിയുള്ള കടന്നു പോകുന്ന എല്ലാം നമ്മുടെ കയ്യിലൂടെ കടന്നുപോയിക്കൊള്ളട്ടെ. ഇല്ലേ പ്രിയപ്പെട്ടവർ? ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അമ്മ ത്രേസ്യ എഴുതുകയാണ്, ഈ ഭൂമിയിലുള്ള ഒരു സാഹചര്യവും നിന്നെ അസ്വസ്ഥനാക്കാതിരിക്കട്ടെ എന്ന്. ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവും നമ്മെ അസ്വസ്ഥരാക്കാതിരിക്കട്ടെ എന്ന് എഴുതുകയാണ്.
ഈ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയാതിരിക്കട്ടെ നമ്മ ത്രേസ്യ എഴുതുകയാണ്. കാരണം ഇന്നത്തെ പ്രതിസന്ധികളും ഇന്നത്തെ സംഘർഷങ്ങളുമെല്ലാം താൽക്കാലികം മാത്രമാണ്. അവയ്ക്കെല്ലാം അല്പായുസ് മാത്രമേയുള്ളൂ. നിത്യതയുടെ ദൈർഘ്യവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ മനുഷ്യ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവസാനിക്കുന്നതാണ്. നമ്മൾ നോക്കി നിൽക്കെ തന്നെ എല്ലാം അപ്രത്യക്ഷമാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, കടന്നു പോകാത്തതായി ഒന്നുണ്ട്, ഒരിക്കലും അവസാനിക്കാത്തതായിട്ടൊന്നുണ്ട്. അത് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. അതുകൊണ്ട് അമ്മ ത്രേസ്യ ഈ കവിത അവസാനിപ്പിക്കുന്നത് വിശ്വപ്രസിദ്ധമായി തീർന്ന ഒരു ചെറുവരി എഴുതിക്കൊണ്ടാണ്. അതിങ്ങനെയാണ്, ഗോഡ് അലോൺ സഫൈസസ്, അതായത് ദൈവം മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ ഈ കവിതയിലെ വരികൾ കുറിക്കുന്നത് തന്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളുണ്ടായിരുന്നു. അമ്മ ത്രേസ്യയ്ക്ക് പരാതിയില്ലായിരുന്നു. പുതിയ ഗവൺമെന്റിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീഴുന്ന സംഭവമുണ്ടായി. പക്ഷെ അമ്മ ത്രേസ്യ തകർന്നു പോയില്ല, കെട്ടിടമാണ് തകർന്നു പോയി. അവൾ പതറാതെ മുന്നോട്ട് തന്നെ പോയി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണമില്ലാതെ അവൾക്ക് പ്രയാസപ്പെടേണ്ടതായി വന്നു. പക്ഷേ അവളുടെ ഹൃദയത്തിലെ മനസമാധാനം ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. അമ്മ ത്രേസ്യയെ ഞങ്ങളുടെ മഠത്തിലെ മദറായിട്ട് അംഗീകരിക്കുകയില്ല എന്ന് ഒരു കൂട്ടം കന്യാസ്ത്രീമാർ വാശി പിടിച്ച സംഭവമുണ്ട്. പക്ഷേ അമ്മ ത്രേസ്യയുടെ സമാധാനത്തിന് കുറവ് സംഭവിച്ചില്ല. കാരണം അവൾക്കറിയാമായിരുന്നു, ഈ ലോകത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രലോഭനങ്ങളുമൊക്കെ കടന്നു പോകുന്നതാണെന്നും, എന്നാൽ താൻ സ്നേഹിക്കുന്ന തന്റെ ദിവ്യമണവാളനെ ഒരിക്കലും ഒരു മാറ്റമില്ലാത്തവനാണ് നമ്മ ത്രേസ്യയ്ക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. ദൈവത്തെ കാത്തിരിക്കുന്നവർ കണ്ണും കാതും കൂർപ്പിച്ച് രാപകലില്ലാതെ അന്വേഷിക്കുന്ന സ്നേഹമുള്ള ഹൃദയങ്ങളാണ് ഈ ദൈവത്തെ കണ്ടെത്തുന്നത്. ദൈവം മാത്രം മതി എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. ദൈവത്തെ സ്വന്തമാക്കുന്നവർക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനും ഒരു സാധനത്തിന് സംതൃപ്തി നൽകുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിലെ വസ്തുക്കളുടെ പിന്നാലെ അവരൊരിക്കലും പോകില്ല. കാരണം അവർക്ക് ദൈവമാണ് കൂട്ടായിട്ടുള്ളത്, ദൈവമാണ് അവരുടെ സമ്പത്ത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ നശ്വരതയും ദൈവത്തിന്റെ അനശ്വരതയും മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയുവാനും ജീവിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ദൈവത്തെ മറഞ്ഞിരിക്കുന്ന നിധിയായിട്ട് കണ്ടെത്തുന്നവർക്ക് മാത്രമേ, തിരിച്ചറിയുന്നവർക്ക് മാത്രമേ അത് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കാര്യത്തിൽ വിജയിച്ചവളായിരുന്നു, ദൈവത്തെ സ്വന്തമാക്കിയവളായിരുന്നു വിശുദ്ധ അമ്മ ത്രേസ്യ. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഒന്നിനും അമ്മ ത്രേസ്യയെ തളർത്തിക്കളയുവാനായിട്ട് സാധിക്കാഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വീട് പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടും. കയ്യിൽ കാശുള്ളപ്പോൾ പണിക്കാരുണ്ടാകില്ല, അല്ലേ? പണിക്കാരെ കിട്ടുമ്പോൾ കയ്യിൽ കാശുണ്ടാകില്ല, നമുക്ക് മനസമാധാനം നഷ്ടപ്പെടും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നല്ലൊരു മഴ വീണ് വീടിന്റെ പുറകില് മണ്ണിടിഞ്ഞ് വീണ് നമ്മുടെ കിണർ മൂടിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന് എന്ത് സംഭവിക്കും? മനസമാധാനം ഉണ്ടാകുമോ? ഇതൊക്കെ സംഭവിച്ച കാര്യമാണല്ലേ, നമ്മുടെ കണ്ണൂർ തന്നെ സംഭവിച്ച കാര്യമാണ്. മണ്ണിടിഞ്ഞ് വീണ് കിണർ മൂടിപ്പോയി.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസമാധാനത്തിന് എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും നഷ്ടപ്പെടാത്ത സമാധാനമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലുണ്ടായ ആ വലിയ തീപിടുത്തത്തെക്കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞതാണ്. ആ മഹാദുരന്തത്തിൽ തങ്ങളുടെ വീട് മുഴുവനും കത്തി നശിച്ച് ഒരു ചാരക്കൂമ്പാരമായി മാറിയ ഒരു കുടുംബത്തിന്റെ കഥ ഇങ്ങനെയാ. ആ തീപിടുത്തത്തിന്റെ സമയത്ത് നാട് മുഴുവൻ തീപ്പടർച്ച നാശം വിതച്ച് സംഹാരതാണ്ഡവമാടിയപ്പോൾ ഈ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കളും 2 മക്കളും മറ്റൊരു രാജ്യത്ത് അവധി ആഘോഷിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. ഈ തീപിടുത്തത്തിന്റെ ദുരന്ത വാർത്തയറിഞ്ഞ് അതിവേഗത്തിൽ തിരിച്ചെത്തിയ ആ കുടുംബാംഗങ്ങൾക്ക് കാണാൻ സാധിച്ചത് തങ്ങളുടെ മനോഹരമായ വീടും അതുവരെയുണ്ടായിരുന്ന തങ്ങൾ സമ്പാദിച്ചതെല്ലാം, അവരുടെ ഗൃഹോപകരണങ്ങളുമെല്ലാം വെറും ചാരക്കൂമ്പാരമായി കിടക്കുന്നതാണ് അവർ കണ്ടത്. തങ്ങളുടെ വീടിന്റെ യാതൊരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ എല്ലാം പൂർണ്ണമായിട്ട് കത്തി നശിച്ചില്ലാതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഓർക്കുക, ആ ചാരക്കൂമ്പാരത്തിന്റെ മുമ്പിൽ നിന്ന് ആ കുടുംബങ്ങൾ എന്താണ് ചെയ്തത്? അപ്പനും അമ്മയും ആ 2 മക്കളും കൈകോർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണും ഹൃദയവും ഉയർത്തി അവർ കൃതജ്ഞതയുടെ ഒരു ഗാനം പാടിയെന്നാണ് പറയുന്നത്. ഈ മഹാദുരന്തത്തിൽ പെട്ടുപോകാതെ ഈ വലിയ അപകടത്തിൽ നിന്നും തങ്ങളുടെ ജീവനെ രക്ഷിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആനന്ദഗാനം ആലപിച്ചു, നന്ദിയുടെ പാട്ടുപാടിയെന്നാ പറയുന്നത്. നമ്മളാണെങ്കിൽ ഈ നശ്വരമായ വസ്തുക്കളൊക്കെ നശിച്ചു പോയതിന്റെ പേരിൽ പിന്നെ അറിയാലോ ബാക്കി എന്താ സംഭവിക്കുന്നത്. ചിലപ്പോൾ പള്ളിയിൽ പോകില്ല, പ്രാർത്ഥന മുടക്കുന്നത്. പക്ഷേ തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് കർത്താവിന് നന്ദി പറയുവാൻ, സ്തുതിക്കുവാനായിട്ടാണ് അവർ അവസരം ഉപയോഗിച്ചത്. അവരുടെ ഹൃദയത്തിലെ മനസ്സിലെ സമാധാനം, സ്വസ്ഥത ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്നതെല്ലാം കടന്നു പോകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒരു വെള്ളപ്പൊക്കം മതി, ഒരു സുനാമി മതി, ഒരു ഭൂകമ്പം മതി, ഒരു ഉരുളുപൊട്ടൽ, എല്ലാം നശിച്ചില്ലാതാകാൻ അധിക നിമിഷങ്ങളൊന്നും വേണ്ട. ഈ നശിച്ചു പോകുന്ന നശ്വരമായതിനെയാണോ അതോ മാറ്റമില്ലാത്ത അനശ്വരമായ ദൈവത്തെയാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവത്തെ സ്വന്തമാക്കി ഹൃദയത്തിൽ പേറി നടക്കുന്നവർക്കൊരിക്കലും ജീവിതത്തിൽ എന്തു തന്നെ ദുരന്തങ്ങൾ ഉണ്ടായാലും, ഏതൊക്കെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എന്തൊക്കെ ദുരന്തമുണ്ടായാലും, ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒരിക്കലും മനസമാധാനം നഷ്ടപ്പെടുകയില്ല. ബാലനായ യേശുവിനും അമ്മ ത്രേസ്യായ്ക്കും അവരുടെ പ്രതിസന്ധികളിൽ ഒരിക്കലും മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടില്ല. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആവർത്തിച്ചു വിളിക്കാം. മനസമാധാനം ആഗ്രഹിച്ചു വിളിക്കട്ടെ, വിശ്വാസത്തോടെ വിളിക്കട്ടെ, ദൈവം മാത്രം മതിയെന്ന് ആഗ്രഹിച്ചു വിളിക്കട്ടെ, ഈശോ മാത്രം മതിയെന്ന് ആഗ്രഹിച്ചു വിളിക്കട്ടെ, പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം ആഗ്രഹിച്ചു വിളിക്കട്ടെ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ സമാധാനം പുലരട്ടെ. എല്ലാ പ്രതിസന്ധികളിലും സമാധാനമുണ്ടാകട്ടെ. എല്ലാ നഷ്ടങ്ങളിലും സമാധാനമുണ്ടാകട്ടെ. യുദ്ധമേഖലകളിൽ സമാധാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി
ഈശോയുടെ ഹൃദയത്തിലെ സമാധാനമെന്ന പുണ്യം വിവരിച്ചിരിക്കുന്ന മനോഹരമായ മറ്റൊരു സുവിശേഷ ഭാഗമാണ് ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന വചനഭാഗം. ഈശോയും ശിഷ്യന്മാരും ഗനേസരുടെ ദേശത്തേക്കുള്ള യാത്രയിലായിരുന്നു. നടുക്കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. അവർ സഞ്ചരിച്ചിരുന്ന ആ തോണി മുങ്ങാറാകത്തക്ക വിധം തിരമാലകൾ ഉയർന്നുകൊണ്ടിരുന്നു. ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഭയന്നു വിറച്ച് നിലവിളിക്കുന്ന ഒരവസ്ഥ. നിയന്ത്രണാതീതമായ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥ. രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഭയാനകമായ ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈശോ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് സുവിശേഷകൻ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ആ തോണിയുടെ അമരത്ത് തലയിണ വെച്ചുറങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഈ ശാന്തതയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടതും ധ്യാന വിഷയമാക്കേണ്ടത്. ആർക്കാണ് ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നത്? ഏറ്റവും പ്രക്ഷുബ്ധമായ സംഘർഷം നിറഞ്ഞ മനോധൈര്യം ചോർന്നു പോകുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ ഈശോയ്ക്കുറങ്ങാൻ കഴിഞ്ഞതിന്റെ കാരണം അവിടുത്തെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനമെന്ന പുണ്യം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഈ സമാധാനമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, അപ്രതീക്ഷിതമായി ഉയർന്നു വരുന്ന പ്രതിസന്ധികളിൽ, നമ്മുടെ ഉള്ളു പൊള്ളുന്ന അനുഭവങ്ങളിൽ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ, മുന്നോട്ടുള്ള ജീവിതയാത്ര ദുഷ്കരമായി മാറുമ്പോൾ ഈ സമാധാനം, ഈ സ്വസ്ഥത നമ്മുടെ ഉള്ളിൽ ഒരു സ്ഥിര നിക്ഷേപമായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും ഉറക്കം നഷ്ടമാകുകയില്ല. ഒരു സാഹചര്യത്തിനും നമ്മെ തകർത്ത് കളയുവാനായിട്ട് സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. ഒരാളുടെ ജീവിതം വളരെ നോർമലായി മുന്നോട്ട് പോകുകയായിരുന്നു. കാര്യമായ കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മക്കളൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. അയാളാണെങ്കിൽ ദിവസവും ജോലിക്ക് പോകുന്ന കാര്യമായ കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊന്നും തന്നെയില്ല. എല്ലാ രീതിയിലും നന്നായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം, അല്ലേ? പ്രശ്നം ഒരു ദിവസം അദ്ദേഹം പത്രം വായിക്കുവാനായിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. കണ്ണിന് ഒരു ചെറിയ മങ്ങൽ, എന്തോ ഒരു പന്തുകേട് തോന്നി. അയാൾ ഒരു കണ്ണാശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ അയാളോട് ഒരു സ്കാനിംഗ് നിർദ്ദേശിച്ചു. പിന്നീട് സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോ സർജനെ കാണണം. കാരണം നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ട്യൂമർ വളർന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രോഗവിവരം കേട്ട് അയാൾ ആകെ തളർന്നുപോയി. അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും സ്വസ്ഥത, മനസമാധാനം നഷ്ടപ്പെട്ടു. അയാളുടെ മനോധൈര്യം മുഴുവൻ ചോർന്നുപോയി. 7 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു മേജർ സർജറിയാണ് ഇനി ചെയ്യേണ്ടത്. ഇത്രയും വലിയ തുക എവിടെ നിന്ന് കണ്ടെത്തും? അയാൾ അസ്വസ്ഥനാകുകയാണ്. വീണ്ടും സർജറി ചെയ്താൽ പൂർണ്ണമായി സുഖപ്പെടുമോ? അയാൾക്ക് ടെൻഷനാ. പിന്നീട് എണീറ്റ് നടക്കുവാൻ പറ്റുമോ? ഓർമ്മശക്തി പോകുമോ? മനസമാധാനം നഷ്ടപ്പെടുന്നു. പഴയതുപോലെ ജോലിക്ക് പോകുവാൻ പറ്റുമോ? എനിക്കിനി പഴയതുപോലെ ജീവിക്കുവാൻ പറ്റുമോ? പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ശേഷി ഇനി തന്നിൽ അവശേഷിക്കുമോ? ഇങ്ങനെയെല്ലാമുള്ള അനാവശ്യ ചിന്തകൾ, ആകുലതകൾ കവർന്നെടുക്കുന്നത് അയാളുടെ മനസമാധാനത്തെയാണെന്ന് പ്രിയപ്പെട്ടവരെ അയാൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, ജീവിതാവസ്ഥകൾ നമ്മുടെ ജീവിതയാത്രകളിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി കടന്നു വരികയും
നമ്മുടെ ജീവിത നൗകയെ നടുക്കടലിൽ വട്ടം കറക്കുകയും ചെയ്യാം. ഇതുപോലൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ജീവിതത്തിന്റെ ഏത് നിമിഷവും നമുക്കെതിരെ പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകൾ വീശാം. നമ്മുടെ കൊതുമ്പു വഞ്ചിയിലേക്ക് രാക്ഷസ തിരമാലകൾ അടിച്ചു കയറിയേക്കാം. കരപറ്റാൻ വിഷമിച്ചേക്കാം. സഹായിക്കുവാനായിട്ട് ആരുമില്ലാതെ വന്നേക്കാം. പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി പോലുമില്ലാത്ത അവസ്ഥയിൽ, എല്ലാം കൈവിട്ടുപോകുന്ന അവസ്ഥയിൽ ആശ്രയിക്കാവുന്ന ഒരു നങ്കൂരമായി ഈശോ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളുമെന്ന് വിശ്വാസത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റുപറയുവാൻ കഴിഞ്ഞാൽ, പൂർണ്ണമായി അവന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിച്ചാൽ, നമ്മുടെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും ഒരു സാഹചര്യത്തിനും ഈ സമാധാനത്തെ നിന്നിൽ നിന്ന് എടുത്തു കളയുവാനായിട്ട് സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ആ കാറ്റിനും കോളിനും മധ്യേ തലചായ്ച്ച് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞതിന്റെ കാരണം ഈശോയ്ക്ക് തന്റെ പിതാവിന്റെ സംരക്ഷണത്തിലുള്ള വിശ്വാസമായിരുന്നു. തന്റെ പിതാവറിയാതെ ഒരില പോലും കാറ്റുകൊണ്ട് ചലിക്കില്ല എന്ന് ഈശോയ്ക്കറിയാമായിരുന്നു. രണ്ടാമതായിട്ട് യേശുവിന് തന്റെ തന്നെ ശക്തിയിൽ വിശ്വാസമുണ്ടായിരുന്നു. ഈ പ്രകൃതി ശക്തിയേക്കാൾ താൻ മഹാശക്തനാണെന്നും ഈ പ്രകൃതി ശക്തിക്ക് അല്പായുസ് മാത്രമേ ഉള്ളുവെന്നും തന്റെ ശക്തി ഒരിക്കലും അവസാനിക്കാത്ത, കടന്നുപോകാത്ത നിത്യശക്തിയാണെന്നും യേശുവിന് കണ്ണു തുറക്കാതെ തന്നെ അറിയാം. അതുകൊണ്ട് യേശു അവയെ പേടിക്കേണ്ട കാര്യമായിട്ട് പരിഗണിച്ചില്ല, ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് എടുത്തില്ല. ഒരു ഉദാഹരണത്തിന്, ഒരു കുഞ്ഞു കൊച്ച് നമ്മുടെ നേരെ വടിയുമായിട്ട് വന്നാൽ നമ്മൾ പേടിച്ചോടുവോ? നമ്മൾ എണീറ്റ് ഓടിക്കളയുവോ? നമ്മളാരും ഓടിക്കളയില്ല. ആ കൊച്ചിനെ കീഴടക്കുവാനായിട്ട് നമ്മൾ മൽപ്പിടുത്തം നടത്തുമോ? ഇല്ല. കാരണം നമ്മൾ ശക്തരാണെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് കണ്ണുമിഴിച്ചാൽ മതി, ആ കൊച്ചു തിരിഞ്ഞോടും, അല്ലേ? അതാണ് ഉദാഹരണം. പ്രിയപ്പെട്ടവരെ, ഈശോയെ സംബന്ധിച്ചിടത്തോളം ആ വഞ്ചിയിൽ ആഞ്ഞടിച്ചത് അതൊരു കുട്ടിക്കൊടുങ്കാറ്റായിരുന്നു. ഒന്ന് കണ്ണുമിഴിച്ചാൽ മതി, അപ്പ ശാന്തമാണ്. ആ തിരമാലകൾ വെറും കുഞ്ഞോളങ്ങളായിരുന്നു. ഈശോ എന്ന് കണ്ണുമിഴിച്ചാൽ മതി, അതെല്ലാം ശാന്തമായി തീരുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശു ശാസിച്ച് ശാന്തമാക്കുകയാണ് ചെയ്തത്. പ്രകൃതിയുടെ മേലുള്ള ഈശോയുടെ ശക്തി തിരിച്ചറിയാതെ പോയത് കൊണ്ടാണ് ശിഷ്യന്മാരൊക്കെ ഭയന്ന് നിലവിളിച്ചത്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഈശോയുടെ ശക്തിയിൽ വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഭയപ്പാടുകളോട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നായിരുന്നു. അതായത് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, സർവത്തെയും നിയന്ത്രിക്കുന്ന, പ്രകൃതിയുടെ എല്ലാ ചലനങ്ങളെയും അറിയുന്ന, എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന പിതാവായ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എന്റെ ശക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നാണ് ഈ ചോദ്യത്തിന്റെയൊക്കെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രകൃതിയുടെ മേൽ മാത്രമല്ല അധികാരമുള്ളത്. അവിടുന്ന് പ്രകൃതിയുടെ ചലനങ്ങൾ മാത്രമല്ല അറിയുന്നത്, അവിടുന്ന് പ്രകൃതിയെ മാത്രമല്ല സംരക്ഷിക്കുന്നത്, അവിടുന്ന് നമ്മുടെ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. ആ ദൈവം നമ്മെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം മുൻകൂട്ടി അറിയുന്നുണ്ട്. സങ്കീർത്തനം 139 ഒന്ന് വായിച്ചാൽ മതി. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങളൊക്കെ യേശു, ദൈവം അകലെ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഉദരത്തിൽ നമ്മൾ ഉദരത്തിൽ ഉരുവാകപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാം ദൈവം മുൻകൂട്ടി അറിയുന്നുണ്ട്. കാരണം ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ രോഗപീഠകൾ കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ പരാജയത്തിന്റെയും ഭയപ്പാടുകളുടെയും മേഖലകളെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെ അവനറിയാം. നമ്മുടെ ആകുലതകളും അസ്വസ്ഥതയും നമ്മുടെ വേദനയും ദുഃഖവും
നമ്മുടെ കണ്ണീരുമെല്ലാം കർത്താവ് കാണുന്നുണ്ട്. അവിടുന്ന് തക്ക സമയത്ത് ഇടപെട്ട് ഇവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്തി തരുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ച വിശ്വാസമുണ്ടാകണം. 1 പത്രോസ് 5:6 പത്രോശ്രീയാട് ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, ചിലരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ചെറിയൊരു പ്രതിസന്ധി മതി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഇടവകപ്പള്ളിയിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ കാരണം അവന്റെ അപ്പൻ മരിച്ചുപോയതാണ്. കുഞ്ഞുകുട്ടിയല്ലേ, അപ്പന് ക്യാൻസർ വന്ന് മരിച്ചു. അപ്പൻ പുകവലിക്കില്ല, അപ്പൻ മദ്യപിക്കില്ല, എന്നിട്ടും എൻ്റെ അപ്പൻ മരിച്ചു പോയില്ല. അവന്റെ പരാതി അതാ. അവൻ പള്ളിയിൽ പോകും, പക്ഷെ വിശ്വാസമൊന്നുമില്ല. ഈശോ എന്തുകൊണ്ടാണ് എൻ്റെ അപ്പനോട് ഇങ്ങനെ ചെയ്തത്? അങ്ങനെ പ്രിയപ്പെട്ടവര്, ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നവരുണ്ട്, മുതിർന്നവരുമുണ്ട്. വേറെ ചിലരുണ്ട്, എല്ലാ വിശ്വാസമുണ്ട് അവർക്ക്, പക്ഷേ എല്ലാ വേദനകളും എല്ലാ ഉത്കണ്ഠകളും എല്ലാ ആകുലതകളും ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. ഈ ഹൃദയഭാരമെന്ന് കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് ഒരിക്കലും പരിശ്രമിക്കില്ല. ഈ പറഞ്ഞ പയ്യന്റെ അമ്മ അതുപോലെയുള്ളതായിരുന്നു. ആ മുഖത്തുനിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഈ പള്ളിയിലൊക്കെ പോകും, വിശ്വാസമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും, പക്ഷേ ഈ ജീവിതത്തിലെ ദുഃഖഭാരമൊന്നിറക്കി വെച്ചിട്ട് കർത്താവ് കൊടുക്കുന്ന സമാധാനം ആസ്വദിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്ന കൂട്ടരുണ്ട്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതൊരു കൂട്ടരുണ്ട്, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് പരാജയപ്പെട്ട് മറ്റെല്ലാ വഴികളും തേടി പരാജയപ്പെട്ട് അങ്ങനെ എല്ലാ വഴികളിലും പരാജയപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ കർത്താവിലേക്ക് തിരിയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശക്തി മഹാത്മ്യത്തെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. സങ്കീർത്തനം 107 28 മുതൽ 28, 29, 30 തിരുവചനങ്ങൾ അതിങ്ങനെയാണ്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ ശമിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. പ്രിയപ്പെട്ടവേ, നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന നങ്കൂരമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ. ആ ദിവ്യകാരുണ്യനാഥന്റെ ശക്തിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യേശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയം കർത്താവിലാണ് ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കവിടെ സമാധാനമുണ്ടാകും. എന്തെന്നാൽ അവർ അങ്ങിൽ ആശ്രയിക്കുന്നു. അപ്പൊ നമ്മുടെ ആശ്രയം കർത്താവിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സമാധാനത്തിന്റെ പൂർണ്ണത നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മനോഹരമായൊരു വാചകം ഇങ്ങനെയാണ്: ഊതിയാൽ പറന്നു പോകുന്നതാണ് തിരുവോസ്തി, അല്ലെ? ഒന്നൂതിയാൽ തിരുവോസ്തി പറന്നു പോകും. പക്ഷേ ഈ തിരുവോസ്തിക്ക് ഒരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കാനുള്ള ശക്തിയുണ്ട്. എത്ര മനോഹരമായ വാചകമാണ്! ഈ ശക്തി പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിൽ നമ്മുടെ ഉത്കണ്ഠതകളും ആകുലതകളും നമ്മുടെ വേദനയും ദുഃഖവും അവ എത്ര വലുതായാലും അതേൽപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് ശാശ്വതമായ സമാധാനം ആസ്വദിക്കുവാൻ സാധിക്കും. എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോഴല്ല, എല്ലാം തകർന്നടിയുമ്പോഴല്ല,
മുന്നോട്ട് പോകുവാനായിട്ട് നിവർത്തിയില്ലാതെ വരുമ്പോഴല്ല നമ്മൾ കർത്താവിലേക്ക് തിരിയേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട്, കർത്താവിൽ ആശ്രയിക്കുവാൻ ആയിട്ടുള്ള ആ ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. ദൈവത്തിന്റെ അനന്തമായ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ അനന്തമായ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട്, നമ്മെക്കുറിച്ചുള്ള അവിടുത്തെ അറിവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആകുലതകളുടെ ഭാണ്ഡക്കെട്ടുകൾ അവിടുത്തെ മുമ്പിൽ ഇറക്കി വെച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പര്യവസാനിക്കും. എല്ലാ നിയന്ത്രിക്കുന്നവനായ ദൈവത്തിലുള്ള വിശ്വാസം രോഗപീഠകളുടെ മേൽ, കടബാധ്യതകളുടെ മേൽ, സാമ്പത്തിക പ്രതിസന്ധികളുടെ മേൽ, പ്രകൃതി ദുരന്തങ്ങളുടെ മേൽ അധികാരമുള്ളവനുള്ള വിശ്വാസം നമ്മെ സമാധാനത്തിലേക്ക് നയിക്കും. കാരണം അവൻ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, അതായത് ഈശോയുടെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്ന വിശ്വാസം, അതായത് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ കരുതലും ഈശോയുടെ ഇടപെടലും നമ്മുടെ പ്രശ്ന പരിഹാരത്തിന്, നമ്മുടെ സമാധാനത്തിന് കാരണമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.